പാലക്കാട് ഫോർട്ടിൽ നിന്ന് നേരെ പോയത് മലമ്പുഴ ഡാമുക്കാണ്. 10 കിലോമീറ്ററാണ് ഫോർട്ടിൽ നിന്ന് മലമ്പുഴയ്ക്കുള്ള ഡിസ്റ്റൻസ്. ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് 30 രൂപയാണ്. കയറിയാൽ ആദ്യം കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിലവിൽ സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാർട്ടീഷൻസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നല്ല വലിയ മരങ്ങളുടെ തണലിൽ കാറ്റും കൊണ്ടിട്ട് ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാൻ പറ്റും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പാർക്കുണ്ട്. യൂണിഫോമായിട്ട് ഉള്ളിൽ കുറേ ഫ്ലവർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ആളുകൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഏതോ മദർസിൽ നിന്ന് വന്ന ട്രിപ്പാവണം. മക്കളും ഉസ്താദൊക്കെ ആയിട്ട് പാലം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാമിൽ നിന്ന് വന്ന് വീണ വെള്ളത്തിൽ തന്നെ ഇവിടെ പെഡൽ ചെയ്തുകൊണ്ട് ബോട്ടിങ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതേപോലെ പാർക്കിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് ടവറുകളുണ്ട്. ഈ ടവറുകൾ കണക്ട് ചെയ്തിട്ട് മേലക്കൂടെ റോപ്പ് വേ പോകുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. കയറണമെന്ന് ഉറപ്പിച്ചതാണ്. പിന്നെ ഒരു അഡ്വഞ്ചറും കൂടെ ആണല്ലോ. ഷട്ടറിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ബ്രിഡ്ജാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ടോട്ടൽ 2 പാലം വരുന്നുണ്ട്. ഇതാണ് ഷട്ടറിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ച. പാലം വലിയ വീതിയൊന്നുമില്ല. നമ്മൾ നടക്കുമ്പോൾ തന്നെ പാലം ആടുന്ന ഫീലിംഗ് നമുക്ക് കിട്ടും. പക്ഷെ സംഭവം പവർഫുള്ളാണ്. ഇവിടെ ഒരു കുട്ടി ട്രൗസർ ഇടാതെ നിൽക്കുന്നുണ്ട്. യക്ഷി സ്റ്റാച്ചു എന്നാണ് അതിൻ്റെ പേര്. ആദ്യമായിട്ടാണ് ട്രൗസർ ഇടാത്തൊരു യക്ഷിനെ ഞാൻ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പ്ലാൻസ് സെറ്റ് ചെയ്തിട്ട് വലിയ മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രോസ് ചെയ്ത പാലാണ് ഇപ്പോൾ കാണുന്നത്. ഡാമിന് 2 കനാൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. ആദ്യത്തെ ഒരു കനാലിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഡാമിൻ്റെ 2 എൻഡിലായിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കയറാനും ഇറങ്ങാനുള്ള വഴി. നടുവിലുള്ള വഴി നമുക്ക് ഓപ്പൺ അല്ല. കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡാമാണ് മലമ്പുഴ ഡാം. 1949 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ആൻഡ് 9th October 1955 ഇത് ഓപ്പണായി. 355 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ 2 കനാൽ സിസ്റ്റം ഉണ്ട്. വിച്ച് സെർവ്സ് ആസ് എ റിസർവ് ഓഫ് 42,090 hectares. ഡാമിൻ്റെ മേലെ കയറിയാൽ ഉള്ള കാഴ്ചയാണിത്. ലെഫ്റ്റ് സൈഡിലായിട്ട് വെള്ളം പോകുന്ന കനാലും കാര്യങ്ങളും കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനും കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മലമ്പുഴ ഡാമിൻ്റെ അടുത്തായിട്ട് വലിയ മലകളുണ്ട്. ഭാവിയിൽ പറ്റാന്നുണ്ടെങ്കിൽ ട്രെക്ക് ചെയ്യണം. റോപ്പ് വേ ഈ കോമ്പൗണ്ടിൻ്റെ പുറത്താണുള്ളത്. ഇതാണ് ഒരു എൻഡ്. ഈ എൻഡിൽ കൂടെയാണ് ഇനി ഇറങ്ങേണ്ടത്. അവിടുന്ന് ഇറങ്ങുമ്പോൾ കണ്ട നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. വല്യപ്പാൻ്റെ പ്രായമുള്ള ആളുകൾ സന്തോഷത്തോടെ തള്ളി മറിച്ചിടുന്നത്.